ഒരു മഴ പെയ്ത് മണ്ടയ്ക്ക് എൻ്റെ മണ്ടയ്ക്ക് അടിക്കണ്ട കേട്ടോ. അച്ഛൊന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലല്ലോ. ഇനി നാളെ എടുക്കാം. ആ പിന്നെ എന്താ നനച്ചു കൊടുക്കണത് ഞാൻ മഴ വരുന്നുണ്ട് വിചാരിച്ചിട്ടേ നനച്ചു കൊടുക്കാതിരുന്നാണേ. രാവിലെ നനച്ചിട്ടില്ലേ? എന്താ രാവിലെ അതിനെ ഇക്കിന്റെ മുരിഞ്ഞുണ്ടോ? മുരിഞ്ഞത് അടുത്ത കൊല്ലാകുമ്പോഴേക്കും കായ്ക്കണം. അറിയോ അല്ലേട്ടാ? കാഴ്ചൊന്നും അറിയാം. ഇതില് മാത്രം ഇട്ടേ വിചാരിച്ചിട്ടേ വൈകുന്നേരം വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കാൻ തോന്നുന്നില്ല കേട്ടോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാലേ പുറത്ത് കൂടെ അങ്ങനെ നടക്കുമ്പോഴല്ലേ എന്തെങ്കിലും ചെറിയൊരു കാറ്റെങ്കിലും കൊള്ളും. അപ്പം അങ്ങനെ ഇരിക്കുക. അപ്പം പിന്നല്ലേ ഇന്ന് നോക്ക് നമ്മൾ ആകപ്പാടെ എങ്ങനെ പറയുക, സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു ദിവസമായിരുന്നു അല്ലേട്ടാ. എന്താ സങ്കടം ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു സങ്കടം. സന്തോഷം പറഞ്ഞ സന്തോഷം കേട്ടോ. അപ്പൊ ഇന്ന് എന്താ കൊറേ സ്ഥലത്ത് നമ്മുടെ ഈ ഭാഗത്തു കൂടെ ഒക്കെ വിഷുവേലുണ്ട്. വിഷുവേലയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ ഇപ്രാവശ്യം എവിടേക്കും വിഷുവേലയ്ക്ക് പോയില്ല കേട്ടോ. ഏട്ടൻ പോയി. അപ്പൊ ഇനി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കണം. വൈകുന്നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കണം. എന്താണ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഇടങ്ങാറിൽ നിൽക്കുകയാണ് കേട്ടോ. കൂട്ടാൻ വെച്ചാൽ കൂട്ടാനും ചിലവില്ല, ഒന്നിനും ചിലവില്ല. കാരണം എന്താണെന്നറിയോ, ആരും ഇല്ലല്ലോ. ഇവിടെ ഞാൻ എപ്പോഴും പറയാറില്ലേ, കുട്ടികൾക്ക് അങ്ങനെ കൂട്ടാൻ വേണമെന്നില്ല. വലിയവരാണ് കുറച്ചെന്തെങ്കിലുമൊക്കെ കൂട്ടുള്ളൂ. അപ്പോൾ പോയാലോ, കുറേ നേരമായി നമ്മൾ വിചാരിച്ചു അപ്പത്തെ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ രാത്രിത്തെ ഒരു വിശേഷം എടുക്കാന്നുള്ളത്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതിയില്ലേ? ഇത്ര മതിയില്ലേ? ഞാനില്ലേ ശംഖുപുഷ്പം നട്ടിട്ട് അമച്ചു വന്നില്ലാന്ന് കുറേ ദിവസമായിട്ട്, ഒരു മാസത്തോളമായി. അത് പോയി തോന്നുന്നുണ്ട്. ചെണ്ടുമല്ലിയുടെ ആ സൈഡിൽ കൂടെ തന്നെയാണ് ശംഖുപുഷ്പം വെച്ചത്. ഏത് ചെടിക്ക്? നിന്റെ പച്ചക്കറി നാളെ ഒഴിക്കുക. ഞാൻ എൻ്റെ മുരിങ്ങയ്ക്ക് മാത്രമേ ഒഴിക്കുള്ളൂ, ചെണ്ടുമല്ലിക്കും. എടി പെണ്ണേ അങ്ങനെയൊന്നും പറയരുത്. എന്താ ചെണ്ടുമല്ലിക്ക് എടി അച്ചുവിന്റെ ചെടികളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വഴുതനങ്ങ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാ മിഞ്ഞാന്ന് ഇവിടെ മഴ പെയ്തു കേട്ടോ. മഴ പെയ്തും കൊണ്ട് കണ്ടോ, ഇതാണ്ടില്ലേ ഇവിടെ എന്തോ ഒരു പാറപ്പൊടിയെന്നോ. പാറപ്പൊടിയൊക്കെ നല്ലത് എൻ്റെ മേത്തേക്ക് തട്ടിക്കരുത്. എന്താണ് ഇരിക്കുക, വരും എന്തെങ്കിലുമൊക്കെ ചെയ്യാ. എന്താ ചെയ്യണ്ട്? എന്തെങ്കിലൊക്കെ തട്ടിക്കൂട്ട്. ഈ മക്കളാണ് പറഞ്ഞല്ലേ ഒന്ന് വിട്ടുമാറി പോവേ ഇല്ലാട്ടാ. ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് നിങ്ങളൊന്നും തോന്നണ്ട. അതാ കണ്ടോ ചാണകം മെഴുകിയിട്ട് കാണുന്നുണ്ടോ ലേട്ടാ? ഇവിടെയൊക്കെ ചാണകം മെഴുകിയിട്ടുണ്ട്. നാള് ശ്രീകൃഷ്ണപുരത്തുനിന്ന് ഒരു കൂട്ടര് വന്നു പറഞ്ഞില്ലേ. അപ്പൊ അവര് വന്നപ്പോ അവരും വന്നു. ഞങ്ങളുടെ വീടും ഇതേപോലെ ചാണകമൊക്കെ തളിച്ച് നല്ല വൃത്തിയാണ് കാണാൻ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചാണകമൊക്കെ ഇങ്ങനെ തളിച്ച് വിടുന്നത്. എന്തേ ചൂടല്ലേ? ഭയങ്കര ചൂടാട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയുണ്ട് ചൂട്? എവിടെ ചൂടില്ലായിരിക്കും, എല്ലായിടത്തും ചൂടുണ്ടാവും. ഇപ്പോൾ വിളിച്ചിടത്തും വിളിക്കും പറയുകയും ചെയ്യുന്നവരൊക്കെ കോഴിക്കോട്ടത്തെ സന്തോഷം വെച്ചപ്പോൾ ചൂട്ടിട്ട് എന്നൊക്കെ കളിയില്ലാണ്ട് ചൂട്ടിട്ട് ഇപ്രാവശ്യം ഭയങ്കര ചൂടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അവസ്ഥ തന്നെ, ചൂടിനൊരു കുറവില്ല. പിന്നെ ഇപ്പം എന്താ ചൂടാണെന്ന് പറഞ്ഞിട്ടിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് കുളിക്കാം എന്നും എപ്പോഴും. അപ്പൊ ഈ ആഴ്ചയിൽ ഒരു ദിവസമാണ് കുളിക്കണില്ലേ? എന്താ കുളി ഇല്ലപ്പോ? കനാലില് രാവിലെ കനാലില് വെള്ളം കമ്മിയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ വെള്ളം വിട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് കുറെ അപ്പുറത്ത് പുലാപ്പറ്റ ആ ഭാഗത്ത് വെള്ളം കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട്. അവര് ഇവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് വന്നിരുന്നു. വെള്ളം കിണറ്റിലൊന്നും ഒരു തുള്ളി ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഭഗവാനെ വെള്ളം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട്. നമുക്ക് രാവിലെ എണീക്കുമ്പോ അല്ലേ കണ്ണ് മുഴിയേ ചെയ്യില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണിക്ക് ശേഷമാണ് ശരിക്കും ഉറക്കം. ആ സമയമാകുമ്പോഴേക്കും വർക്കൗട്ടിന് പോകാൻ വേണ്ടി ഏട്ടനൊക്കെ നീക്കണതിന് സമ്മതിക്കണം. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോവാറില്ല കേട്ടോ. എനിക്ക് മടി പഠിച്ചു. മടി മാസത്തിൽ 4 ദിവസം
ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഫീസ് കൊടുക്കുന്നതിന് മുന്നേ ഒരു 4 ദിവസം, ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നിർത്തും. അപ്പോൾ കൂട്ടുകാരെ പിന്നെ അടുത്ത ഫീസ് കൊടുക്കാറാകുമ്പോൾ ഒരു 4 ദിവസം വരും, അപ്പോഴേക്ക് ഫീസ് കൊടുത്തു, അപ്പോൾ പിന്നെ നിർത്തും. അതന്നെ നമ്മുടെ പരിപാടി. കൂട്ടുകാര് സ്കൂളൊക്കെ പൂട്ടി വിരുന്നൊക്കെ പോയോ, കുട്ടികളെയും കൊണ്ട് എവിടേക്കെങ്കിലും പുറത്ത് പോയോ? നമ്മൾ എവിടേക്കും പോയില്ല കേട്ടോ. ഒരു 2-3 മഴ പെയ്യട്ടെ, മഴ പെയ്തിട്ട് നമ്മൾ എവിടേക്കും പോവുള്ളൂ, അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. കരിഞ്ഞു പോകും പാലക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ അച്ചോ? എന്താ പിന്നെ പോണ കാര്യം ആലോചിക്കാൻ പറ്റില്ല. നാളെ വീഡിയോയിൽ പറഞ്ഞ പോലെ പിന്നെ എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ SBI ബാങ്കിക്ക് അല്ലെങ്കിൽ ATMക്ക് അങ്ങനെയൊക്കെ പോകാനേ പറ്റുള്ളൂ. അവിടേക്കാണല്ലോ ഫുൾ AC കാര്യങ്ങളും ഉള്ളത്. ആ അവര് വരട്ടെ, മേമയൊക്കെ വന്നിട്ട് മലമ്പുഴ എല്ലാരും വന്നിട്ട് പോവാ. ചൂടിനൊന്നും ഒരു കുറവും ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കട്ടെ. പറഞ്ഞിട്ട് ഒന്നിന്റെ 2 പറഞ്ഞിട്ട് ഈ ഇനി 2 പറഞ്ഞിട്ട് ആ ആ ആ ആ ആ കളിക്കുകയാണല്ലേ കുഞ്ഞോടെ? പിന്നെ എന്തിനാണ് പോയിരുന്നില്ലേ കുഞ്ഞു? എന്താ അപ്പൊ എടാ നിന്റെ സൈക്കിളൊക്കെ പഠിക്കല്ലേ? പഠിക്കാൻ വേണ്ടിട്ടാ ഈ അമ്മച്ചന്റെ ഫോൺ കളിക്കാൻ വേണ്ടിട്ടല്ലേ ഈ പോയിക്കണ്? ആ ലൈറ്റ് പോവാറായി തോന്നു. കുത്തിയത് ശരിയാവാണ്ട് ഞാനാ കുത്തിയത്. അതാ വീട്ടിലത്തെ കറണ്ട് പോയിക്കല്ല, ലൈറ്റ് പോയിക്ക. അപ്പൊ എന്നേ മോരുകൂട്ടാനാണ്. നിങ്ങൾക്ക് ഇനി എന്താ ഉണ്ടാക്കേണ്ടത് അത് പറഞ്ഞോളി. പിന്നെ മോരുകൂട്ടാനിലെ പുളി പോരെ, വേറെ പുളി വേണം? മുട്ട ഫ്രൈ, എഗ് റോസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട. ആ ചിക്കൻ ചില്ലി. ഏട്ടാ മട്ടൻ ചില്ലി. സുകന്യ വിളിച്ചിരുന്നു കേട്ടപ്പാ. എന്താ ചെക്കന്മാരും എന്താ അവരുടെ വർത്താനം പറച്ചിൽ വെച്ചിട്ടാ. അപ്പൊ നമ്മളില്ലേ ചുക്കോളം അടുപ്പത്ത് വെക്കട്ടെ പറഞ്ഞിട്ടേ ഞാൻ മുട്ട അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അത് കാട്ടുങ്ങടേ, അങ്ങോട്ട് കാട്ട്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാലാണ് മാമുണ്ണാൻ പറ്റുള്ളൂ. അച്ചു അതാ പാത്രം നടക്ക്. ഇന്നില്ലേ സത്യം പറയാച്ചാ നമുക്ക് ആരും ഇല്ലാത്ത കൊണ്ടില്ലേ കൂട്ടാൻ വെച്ചാലും ചെലവാവണില്ല, ഒന്നും ചെയ്താ ചെലവാവണില്ല അല്ലേട്ടാ. അതല്ല കുണ്ടുള്ള പാത്രം അതിനെ മീന് വാങ്ങിയിട്ടേ സേതോട്ടം പറയണേ, മീൻ വാങ്ങിയിട്ട് നന്നേ അല്ല അത്ര മീന് ഉടഞ്ഞുടഞ്ഞു പോവാണെന്ന്. വാങ്ങിയ പൈസ പോവാന്നല്ലാണ്ട് വലിച്ചെറിയ. നാളെ നമുക്കില്ലേ പറ്റില്ല മീന് കുറച്ച് വേറെ എന്തെങ്കിലും വൃത്തിയിട്ട മീന കിട്ടുന്നത്. അമ്മു പറയുന്ന കേട്ടേട്ടാ, അമ്മൂന് ബാഗ് എടുക്കാനാത്ത. ഇനിയിപ്പോ എന്താന്നറിയോ, അച്ചൂനും കിച്ചൂനും ഡ്രസ്സ് എടുത്തു കേട്ടാ. അച്ചൂന് പിറന്നാളിന് അന്ന് എടുത്ത പിറന്നാളിന് കേക്ക് വേണ്ട ഡ്രസ്സ് മതി പറഞ്ഞു. കിച്ചൂനൊരു എന്താ 200 രൂപയുടെ ബനിയനും ഒരു പാൻറ്റും കിച്ചു വാങ്ങി. ഇനി അമ്മൂൻ്റെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം അമ്മൂനൊരു പാൻറ്റ് വേണത്രേ. 56 വരുന്നത് അപ്പം ഇടാന്. ശരിക്കും അപ്പല്ലേ ചേച്ചിമാര് പട്ടുപാവടയും ബ്ലൗസല്ലേ ഇടേണ്ടത്? പട്ടുപാവടയും ബ്ലൗസോ നല്ല ഹാഫ് സാരിയോ. പുതിയൊരു വീട് വേണമെന്നോ? ഒരു കോഴിമുട്ട പുഴുങ്ങിയതില്ലേ, അതിന്റെ തൊലി മാങ്ങയുടെ തൊലി കളയാദ്യം, എന്നിട്ട് മുട്ടയുടെ തൊലി കളയാ.
എന്താ പറഞ്ഞിട്ടാ ചുട്ടിട്ട് ഒരു പാത്രം എടുത്ത് കൊടുത്താ കോഴിമുട്ട തൊലികളെ എന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും അച്ചു ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കോഴിമുട്ട തൊലികളെ എന്താ വിശക്കാൻ കേട്ടോ ആ എന്താ കുറച്ച് ചുക്കുവെള്ളം അടുപ്പത്ത് വെച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ചുക്കുവെള്ളപ്പൊടി ഇട്ട് നിങ്ങൾക്ക് വെക്കത് ഇതെന്തുണ്ട് അത് ഞാൻ കയ്യും കൊണ്ട് നോക്കണോ ഏതാ മുട്ടി നല്ലത് കയ്യും കൊണ്ട് നോക്കല്ലേ അമ്മുവാണ് പാവ വിഷുവിൻ്റെ അന്നില്ലേ എന്താ ഉപ്പേരിക്ക് നോക്കിയത് അമ്മൂനും കൂടെ ദേഷ്യം വന്നിക്കൂലേ അമ്മു ഏട്ടന് വയ്ക്കോ എന്തിന് ഇത് നോക്കാനോ എന്താ വയ്ക്കത്ത് അരിഞ്ഞിട്ട് കാട്ട് ഇതാകെ അച്ഛന് മാത്രം അറിയോ അച്ഛോ നൂൽപുട്ടിന്റെ ഇതിന്റെ മേക്കറും തന്നെ ഏട്ടനും അച്ഛനും മാത്രമേ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല ഇത് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല എന്തറിയാലോ അച്ഛോ ഇത് കട്ട് ചെയ്യാനേ ഇതിലേക്ക് ആർക്കും അറിയില്ല അത് കട്ട് ചെയ്യാൻ കണ്ണിലേ എന്താ പുണ്ണുണ്ട് തോന്നുന്നു നല്ല നീർന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് സിമ്പിളാണ് അമ്മ ഇങ്ങനെ നുറുക്കുമ്പോ നീറാത്തതാണ് ഇപ്പൊ നല്ല നീർന്നു ഇത് നുറുക്കൊക്കെ ചെറുതായി പൂട്ടോ ആ അത് മതി എന്നാ വേഗം വാടി കിട്ടുമല്ലോ എന്തിനാണ് തീ കളിക്കുന്ന ആവശ്യമില്ലാണ്ട് എന്റെ തീപ്പെട്ടിക്കുള്ളിൽ ഇത് കളയല്ല അച്ഛോ അവസാനം നീ ഇതൊക്കെ ആവശ്യമില്ലാണ്ട് കളഞ്ഞിട്ട് കൊളുത്തുന്ന സമയത്ത് തീപ്പെട്ടിക്കുള്ളി ഉണ്ടാവില്ല അപ്പൊ കടയ്ക്ക് കൊണ്ടുവരും പിന്നെ ഇപ്പൊ മക്കളില്ലേ വീഡിയോക്ക് വരുന്നുണ്ടെന്നറിയോ സ്കൂളില്ലല്ലോ അപ്പൊ അത് കാരണം മക്കൾക്ക് നേരം പോക്ക് നമ്മുടെ പിന്നാലെ നടക്കുന്നതാണ് കേട്ടോ അമ്മടി അച്ഛൻ്റെ പിന്നാലെ ആളിട്ട് അവരെ ഇതാക്കുകയാണ് വെറുപ്പിക്കുകയാണ് അതത്ര പണി ആർക്ക് ചെയ്യും നിങ്ങൾക്ക് കലാവാസന ഉണ്ടായിരുന്നു പിന്നെ ഇത് ചിത്രം വരയല്ലേ അല്ലേ അപ്പോഴേ അവർക്ക് ഇതൊന്നും ആ അച്ചൊരു പാത്രം എടുത്തോടി വേറെ വേണ്ട ഇതിന് മതി അപ്പൂനല്ലേ അമ്മോച്ച് കളിപ്പിക്കുന്നു അപ്പൊ കളിപ്പിച്ചെന്തോ അപ്പു ചാടിക്കളി അമ്മോച്ചി പെട്ടെന്ന് തല പൊന്തിച്ചതാ തല പൊന്തിച്ചപ്പോ കോഴിക്കൂട്ടിന്റെ അവിടെ കൂട്ടിൽ തട്ടി എന്താ കോഴികൾ പേടിക്കുന്നതല്ലാണ്ട് കോഴിക്കോട് പൊന്തിയമ്മോ കോഴികൾ പേടിക്കുന്നതല്ലാണ്ട് എന്താ കുട്ടികളെ നമ്മള് കുട്ടികളെ എങ്ങനെ കാട്ടിക്കുന്ന കാണിച്ചു കൊടുക്കാൻ പറ്റി പൂച്ചയെന്നും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇട്ടത് പൂച്ച അല്ലെങ്കിലേ കോഴിയുടെ എങ്ങനെയെങ്കിലൊക്കെ എന്താ കുട്ടികളാവട്ടെ എന്ന് വിചാരിച്ചിട്ടേ കിച്ചുവിൻ്റെ ഒരു മാങ്ങ നേരേക്കലാണ് കേട്ടോ അറിഞ്ഞില്ല ചിത്രം ഇടാൻ പാടില്ലേ അപ്പോൾ കൂട്ടുകാർ ചോദിച്ചില്ലേ വാഴ എങ്ങനെ ഉണ്ടായിരുന്നു വാഴ നല്ല പടമാണ് കേട്ടോ എനിക്കിഷ്ടമായി നമ്മുടെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നല്ല ഒരു സർവ്വമായി നല്ല പടമായിട്ട് എനിക്ക് തോന്നിട്ടോ അയ്യോ ലാസ്റ്റ് ഭാഗമായപ്പോഴേക്കും നമുക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് എത്രയൊക്കെ ഉണ്ടെങ്കിലും അവരവരുടെ കൂടപ്പിറപ്പുകളുടെ വില അറിയണമെങ്കിൽ എന്നൊക്കെ പറയില്ലേ ചേട്ടാ നമ്മൾ കാണുമ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളാണ് വെച്ചാൽ അങ്ങനെ തന്നെയാണ് കാണുമ്പോൾ പെട്ടെന്ന് ചേട്ടാ അച്ഛൻ ചോദിക്കുന്നുണ്ടോ അവളുടെ വില മനസ്സിലായോന്ന് ഞാൻ എടുക്കാൻ നിന്നപ്പോ ചെക്കൻ വേഗം അത് എടുത്തിട്ട് പോയി ഏട്ടനല്ലേ ഏട്ടൻ എന്താ വേണ്ട പറഞ്ഞെന്നറിയോ ഏട്ടനും അനിയനും ഓരോന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾക്കുള്ള എങ്ങനെയുണ്ട് അമ്മു അടിപൊളി വാങ്ങല്ലേ ഏട്ടന് കിട്ടിയത് പുളിപ്പാറിന് ഞങ്ങൾക്ക് കിട്ടിയത് നല്ല മധുര പിന്നെ ദശയുണ്ടായില്ല പക്ഷേ ടേസ്റ്റ് ഇല്ല
ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഇല്ല മുട്ടി, ഒരു മാങ്ങ കിട്ടിയ വയറിന്നറിയും കേട്ടോ. അതിയേ ഗ്യാസിൽ വെക്കല്ലേ? എടാ ഉണ്ണി, ആ പാത്രം കഴുകിയേക്ക്. മാങ്ങ എടുത്തുകൊണ്ടെന്ന് വെച്ച പാത്രങ്ങള് അമ്മയും കുമ്മയൊക്കെ പിന്നെ അവിടെ വൃത്തിയൊക്കെ ചെയ്ത പണി, ഒരു പണി ചെയ്യുമ്പല്ലേ ചെറുപ്പത്തിൽ ശീലമാവണം. അവളെ വീഡിയോ എടുക്കണ്ടല്ലോ നന്നായിട്ട്. നീ പറ്റിയോ? അച്ചു പോയി ചാച്ചൻ്റെ അടുത്തേക്ക്. അച്ചൂര് എന്താ അവിടെ പോയിട്ട് അവൻ്റെ അടുത്ത് കുറച്ചു നേരം കളിക്കണം കേട്ടോ. എന്നാലാണ് അച്ചുവിന് അക്കിച്ചു അവിടെ അല്ല ഷട്ടിൽ കളിക്കണത്. ഇവിടെ ഉമ്മർത്ത് ഷട്ടിൽ കളിക്കാൻ പറ്റും. നോക്കി നോക്ക്, നമ്മുടെ ഇവിടുത്തെ പറങ്കി മാങ്ങയൊക്കെ പറങ്കി മാങ്ങ പകുതി കഴിഞ്ഞു കേട്ടോ. പെറുക്കണ ആൾക്കാർ എന്തായാലും ഇല്ലേ മാങ്ങ പെറുക്കിയിട്ട് അങ്ങോട്ട് ഇടില്ല, ഒക്കെ നമ്മുടെ ഉമ്മർത്തേക്ക് ഇടുള്ളൂ. ഇത് മത്സരത്തിനടുത്ത് മാങ്ങയാണേ, അപ്പൊ അത് നല്ല മാങ്ങയാണ്. നമ്മള് ഇപ്പൊ ആരും ഇല്ലാത്ത കൊണ്ട് കൂട്ടാനൊക്കെ വെച്ച ബാക്കി വരും കൊണ്ട് കളയാനും തോന്നില്ല. അപ്പൊ വൈകുന്നേരത്ത് ഉച്ചയ്ക്ക് നമ്മളത് കഴിച്ചു കേട്ടോ. ഇനി വൈകുന്നേരം ആകുമ്പോ എന്തെങ്കിലും തട്ടിക്കൂട്ടെങ്കിലും ഉണ്ടാക്കില്ലെങ്കിൽ ശരിയാവില്ല ചേട്ടാ. ഇത് നോക്ക്, നല്ല ചെറുതായത് കൊണ്ട് അമ്മു കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ഇതിന്റെ വേറൊന്നും ഉണ്ട്, വലിക്കണ സാധനം. മുറിക്കാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതൊന്ന് മാറ് പിന്നെ തടി കൂടി കേട്ടോ. നമ്മുടെ തടി കൂടണം അറിയില്ലേ? തടി കൂടട്ടെ കിച്ചുട്ടാ. അമ്മ കൊറേ കാലം തടി ഇല്ലാണ്ട് നടന്നിരുന്നതാണേ അമ്മു ചേച്ചിയുടെ പോലെ. ഇപ്പോഴെങ്കിലും അമ്മ വയസ്സാവുമ്പോഴെങ്കിലും അമ്മ കുറച്ച് തടിക്കണ്ടേ? അപ്പൊ അമ്മു ചേച്ചിന്റെ ഗതിയോ ഇതേ ഗതി. അമ്മു ചേച്ചിയുടെ പോലെ തന്നെയായിരുന്നു അമ്മേ ചോദിച്ചൊക്കെ അച്ഛൻ്റെ അടുത്ത്. എന്തമ്മോ മെലിഞ്ഞവർക്ക് തടിയേക്കാത്ത പ്രശ്നം, എനിക്ക് അങ്ങനെയുള്ള പ്രശ്നമേ ഇല്ല കേട്ടോ. എന്റെ കല്യാണ ഫോട്ടോ ഒക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടിരുന്നില്ലേ? അപ്പൊ ഞാന് അമ്മൂനെ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ആകെ 46 കിലോനെ മറ്റും ഉണ്ടായിരുന്നുള്ളൂ. 44-46 കിലോനെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വെയിറ്റ് കുറവാണ് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കഴിക്കാൻ തന്നിരുന്നു ചേട്ടാ. എത്ര സാധനങ്ങളായിരുന്നു അറിയോ? ഡോക്ടർ കുട്ടിക്ക് വെയിറ്റ് അമ്മുവിനെ പ്രസവിച്ച സമയത്ത് 2 കിലോന്റെ അടുത്ത് മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മു ചെറിയില്ലേട്ടാ, അമ്മു 2 കിലോനല്ലല്ലോ, 200-300 ഇല്ലെന്നു. എന്നിട്ട് എല്ലാവരും പറയുന്നു ചെറിയ കുട്ടിയാണെന്ന്. എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് അമ്മൂനെ പ്രസവിച്ച് കഴിഞ്ഞിട്ടും കിച്ചുവിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ടാണ് കുറച്ചെങ്കിലൊക്കെ ഒരു തടി വരാൻ തുടങ്ങിയത് കേട്ടോ. മറ്റേതെല്ലാം സാരിയൊക്കെ കൊടുക്കുമ്പോൾ തോട്ടിക്ക് കയ്യങ്കാലം വരച്ച പോലെയാണെന്ന് പറയുമായിരുന്നു. ഇപ്പം അല്ലേ എൻ്റെ തടി ഇവർ കളിയാക്കുമ്പോൾ എനിക്ക് അപ്പോൾ ആ സംഭവം ഓർമ്മ വരും. തടിയില്ലാണ്ട് തടി വയ്ക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുക. അപ്പം തടിച്ചപ്പോൾ തടി കുറയാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുക. എന്താ ചെയ്യണില്ലേ ഓരോ കഷ്ടകാലം. ഓരോ കഷ്ടകാലം മുട്ട ഓരോ കഷ്ടകാലം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഏട്ടാ, നമ്മളില്ലേ പുറത്ത് പോണ വീഡിയോസൊക്കെ എടുത്തൂടേന്ന് ചോദിക്കണ്ടേ? നമ്മൾ പുറത്ത് പോണ വീഡിയോസ് എടുക്കാത്തത് എന്താണെന്നറിയോ? ഈ ചൂടത്തൊന്നും പുറത്ത് പോകാൻ പറ്റണില്ല. എവിടേക്ക് പോകണം, എന്തൊരു ചൂടാ വെച്ചിട്ടാ, ഒന്നും പറ്റണില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ നമ്മുടെ വീട്ടിലത്തെ ഓരോ ഇത് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അതിൽ അനിയേട്ടൻ ദേഷ്യപ്പെട്ട പോലെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അനിയേട്ടൻ കാര്യങ്ങൾ പറഞ്ഞോന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളത് ദേഷ്യപ്പെട്ടു പക്ഷെ അതില് ചില കാര്യങ്ങൾ പറയുമ്പോ ആ രീതിക്ക് പറയേണ്ടി വരുമ്പോ അപ്പൊ അത് ദേഷ്യപ്പെട്ടിട്ടൊന്നല്ല. പിന്നെ നമുക്ക് ആരോടും ദേഷ്യമില്ല. മുട്ടൻ എങ്ങനെയായിരുന്നു? മുട്ട പൊളിഞ്ഞ് ഇതായിരുന്നു. നമ്മൾ ആരോടും ഇല്ല. പിന്നെ കുറെ കൂട്ടുകാർക്ക് എന്നോടാണ് ദേഷ്യം. എന്താ വെച്ചാൽ അഭിപ്രായങ്ങൾ പറയല്ല, ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് സ്വയം അവരെന്നെ പറയുക. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വരുമല്ലോ. ആരൊക്കെ ആയാലും ഇപ്പം നിങ്ങൾക്കാണോ വെച്ചാലും നിങ്ങളെ പറ്റി ആവശ്യമില്ലാത്തത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ദേഷ്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോലേ.
അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് അല്ലാതെ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കണമെന്നും എനിക്കറിയില്ല. എന്താ നമുക്ക് അതും അറിയില്ല. എന്നെ നിങ്ങൾക്ക് ആർക്കും ഈ വീഡിയോ കൂടെ അല്ലാതെ എന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടൊന്നും അറിയില്ല. പക്ഷേ വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാർ എത്രയും പേര് കമൻറ്റിൽ കൂടെ പറയാറുണ്ട് ഇവർ പറയുമ്പോൾ അങ്ങനെ അല്ല എന്നുള്ളത്, നമ്മളങ്ങനെ അല്ല, അവളങ്ങനെ അല്ല എന്നുള്ളത്. പക്ഷേ അപ്പോൾ നമുക്കിങ്ങനെ കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നില്ലേ? അതിൽ പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് യാതൊരു ഇതുമില്ല. നമുക്കൊരാളെയും ഉപദേശിച്ച് നേരേക്കാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു ജയിക്കാനോ നമുക്ക് അതിനുള്ളൊരു ഇതൊന്നുമില്ല. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടാതിരിക്കുക. അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെയല്ലേ പറ്റൂ. ഒരാൾ എല്ലാം ശരിയാക്കിയിട്ട് ജീവിക്കാൻ പറ്റും. ഇതുവരെ എന്നെ അറിയണ ആരും എന്നെ മോശമായിട്ട് ഒരാളും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ്, വീഡിയോ കൂടെ തോന്നുകയാണ്. നമുക്ക് നമ്മുടെ രീതിക്ക് വീഡിയോ എടുക്കാനേ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്ക് ഒരു വീഡിയോ അതിപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ ജീവിതമല്ലേ കാണിക്കാം, അല്ല കഥയില്ലല്ലോ. അപ്പോൾ അതിൽ ഏറ്റക്കുറച്ചുകളും ഇഷ്ടക്കേടും പൊരുത്തക്കേടൊക്കെ ഉണ്ടാവും. ഓരോരുത്തർ നമ്മളെ ജീവിത രീതി അനുസരിച്ച് ബാക്കിയുള്ളവർ കാണുമ്പോൾ അവരുടെ സാഹചര്യത്തിന് അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിൽ അവരുടെ അനുഭവങ്ങൾ വെച്ചൊക്കെ നോക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല ചില കാര്യങ്ങളിൽ. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് ദേഷ്യമില്ല. എനിക്കപ്പോൾ നമുക്ക് ഒരു സങ്കടം തോന്നുമ്പോൾ പറയാമെന്ന് മാത്രം. നമ്മളതല്ലാതെ വേറെ ഇത് വെച്ചിട്ട് പറയുമെന്നല്ല. നമുക്ക് നമ്മളെ ഒക്കെ വിട്ടു. അപ്പോൾ പറയും മാനസികമായിട്ട് ചില കമൻറ്റുകളൊക്കെ നമ്മൾ തളർത്തുള്ളൂ കേട്ടോ. അതാ ഉള്ളി എന്നാ കണ്ടില്ലേ വാടി വന്നു കേട്ടോ. നമ്മളെ ചിക്കൻ കൊണ്ട് ഉപ്പേരി വെക്കണം എന്ന് വിചാരിച്ചാൽ കുറേ ദിവസമായിട്ടും അമ്മ ചിക്കൻ്റെ ഉപ്പേരിയുടെ കാര്യം പറയണു. പക്ഷെ അത് ചെയ്യാനേ പറ്റിയില്ല അല്ലേ. നാളെ അമ്മ വന്ന സമയത്ത് നമ്മൾ ചിക്കൻ വാങ്ങിയിരുന്നു കേട്ടോ. ചിക്കൻ വാങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനല്ലേ, ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോഴല്ലേ പെട്ടെന്ന് ചിക്കൻ വാങ്ങുക. അല്ലെങ്കിൽ ആ സമയത്ത് ഉപ്പേരിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ശരിയായില്ലല്ലോ. മല്ലിപ്പൊടി പ്രാവശ്യം നമ്മൾ പൊടിച്ച മുളക് പൊടിയില്ലേ, ദൈവമേ എന്തോ ഒരു എരിവ് വച്ചിട്ടാ. നല്ല എരിവില്ലേട്ടാ, നല്ല എരിവ്. ചിലപ്പോൾ നാളെ നമ്മുടെ അമ്മ വരും കേട്ടോ കാനർത്തുനിന്ന്. കുറേ ദിവസം വിഷുക്കൈ നീട്ടമൊക്കെ എടുത്തു വെച്ചിട്ട് കുറച്ച് 2-3-4 ദിവസമായി. എന്നിട്ട് വരാൻ കുട്ടികൾക്ക് വിഷുക്കൈ നീട്ടം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇടങ്ങാറായിരുന്നേ. അപ്പം അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഏട്ടൻ്റെ ഓപ്പറേഷനും കുറേ ദിവസമായില്ലേ. ഇവിടെ അമ്മ വന്നിട്ട് ഒരു ദിവസം നിന്നിട്ടാട്ടോ പോയത്. നമ്മളതൊരു വീഡിയോയിൽ കാണിച്ചു. ഒരു വീഡിയോയിലേ കാണിച്ചുള്ളൂ. 2 വീഡിയോ ഉണ്ടല്ലോ അമ്മ. ഉണ്ടോ? പിന്നെന്താ, അന്ന് വിഷുവിൻ്റെ അന്ന് ഭക്ഷണം വെക്കുന്നതിൽ അപ്പോൾ തൊട്ടുണ്ടല്ലോ അമ്മ വന്നിട്ട് അവിടെ ഗോദായി ഭരണിയിൽ. അപ്പോൾ അമ്മ വന്നിരുന്നു. കുറേ പേര് ചോദിച്ചിരുന്നു ചേച്ചി അമ്മ വന്നില്ലേന്ന്. അതാണ് ചില വീഡിയോസ് ഒന്നും ചില കൂട്ടുകാർ കാണില്ലല്ലോ. വീഡിയോ കാണാത്തവരെ അഭിപ്രായം പറയുന്നത്. അയ്യോ, ഞാൻ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഈ തക്കാളി എന്തിക്കിടാനുള്ളതാണ്. മുട്ട പൊടി കിട്ടാൽ മതി. തക്കാളി എനിക്കെങ്ങനെയല്ല എന്തോ അത് ചില സമയത്ത് അതൊക്കെ അങ്ങനെ തന്നെയാണ് അല്ല മൂട്ടി. നമ്മുടെ വരുന്നു. അതിൻ്റെ ബാറ്ററിക്ക് ചാർജ് കഴിഞ്ഞിട്ടുണ്ടാവും. എന്താട്ടോ നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്കാം അല്ലേ. ഇതിൽ പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ ഇട്ടു. ചില ദിവസമല്ലേ സത്യം പറയാച്ച നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തെങ്കിലുമൊക്കെ ഏതിൽ മുട്ടയിലോ നമ്മൾ ഒരു കോഴിമുട്ട കേട് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ പപ്പൂന് കൊടുക്കുമ്പോൾ മുട്ട ഉണ്ടാവില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ മുട്ട പുഴുങ്ങുകയാണേ. നമ്മൾ കഴിക്കുമ്പോൾ അവന് കൊടുക്കാണ്ട് നമ്മളെങ്ങനെ കഴിക്കുക അല്ലേ.
നമ്മൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവന് കൊടുത്തിട്ടില്ലെങ്കിലേ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായില്ല. പകലന്തിയോളം നമ്മുടെ ഇവിടെ കടന്ന് നമുക്കൊരു കൂട്ടാണ്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല, ഓട്ടോ എടുക്കാൻ പാടില്ല. ഓട്ടോ എടുത്താൽ കഴിഞ്ഞു. ഇല്ലപ്പോൾ നോക്കട്ടെ. നമ്മളേ ഒരു വീട്ടിൽ പോയപ്പോഴും ഇതേപോലെ സ്റ്റെപ്പ് കൂടെ അല്ലേ, ആദ്യം ചെറിയ നിലവിളക്ക്, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വലുത് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. എന്തോ ഒരു രസമാണ് പറഞ്ഞിട്ട് കാണാൻ. പക്ഷെ നമ്മുടെ പോലെയല്ല, ആ വീട് നല്ല എന്താ ഇത് സ്റ്റെപ്പ് കുറച്ച് ഇതത്ര വലിപ്പമുണ്ട് കേട്ടാ, നല്ല ഭംഗിയുണ്ട് കേട്ടാ. അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, നമ്മളിതോടെ വെച്ച് തട്ടിത്തറിഞ്ഞ പടം വീഴും. നമ്മൾ അല്ല അത് എന്തേ അത് കൊഞ്ചൊന്ന് കഴിച്ചിട്ടുണ്ടാവും. ഇതാ കണ്ടോ, നല്ല രസല്ലേ. എനിക്കില്ലേ വിഷുക്കണി വെക്കുമ്പോ ഇത് വെക്കാൻ മറന്നു പോയിട്ടോ. ഏത് വെക്കാ? അതെന്തിനു വെക്കുന്നത്? ഇത് വെക്കാ ഈ ഫോട്ടോ. എന്തായാലും ഇതാ കണ്ടോ, കിച്ചുട്ട വെച്ചതാണ് ഇവിടെ. കളയണ്ട. വേണ്ട ഇതാണ്ടോ, ഇത് രണ്ടും നന്നായിട്ടുണ്ട്. അപ്പം നമ്മളീ മുട്ടക്കറി എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം. മുട്ടക്കറി ഉണ്ടാക്കാറില്ല കേട്ടോ. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് സമയം 9:30 ഞങ്ങൾ രാത്രി 9:30 ആയിട്ടോ. അപ്പോൾ വേഗം തട്ടിക്കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കറി ഉണ്ടാക്കണതൊക്കെ രൂപം കെട്ട് പോലെ ആയിട്ടോ. അപ്പോൾ തക്കാളി ഇടാനൊക്കെ മറന്നുപോയി. ഞാൻ എന്തോ ഒരു ചിന്തയിൽ അമ്മ വരുന്നുണ്ട്. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞാൽ ഏട്ടൻ്റെ കാര്യം എന്താവും, കടയിൽ അമ്മയാണ് നിൽക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് വിചാരിച്ച് എന്തോ പോലെ ചിന്തിച്ചു കേട്ടോ. ചില സമയത്ത് നമുക്കൊക്കെ ഓരോ പൊട്ടത്തരങ്ങൾ പറ്റണമല്ലോ അല്ലേ ജീവിതത്തിൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞവരാരും അല്ലല്ലോ, ഒന്നും തികഞ്ഞ ആൾക്കാരൊന്നല്ല നമ്മൾ, സാധാരണക്കാരും അല്ലേ. പൊട്ടത്തരങ്ങൾ എങ്ങനെ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട്, ഇങ്ങനെ ദൈവത്തിന്റെ കുരുത്തം കൊണ്ട്, എൻ്റെ ഭാഗ്യം കൊണ്ട്, ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ടല്ല, ദൈവം നമ്മളെ കാക്കണം കൊണ്ട് നമ്മളിങ്ങനെ തള്ളി നീങ്ങി പോകണം, അല്ലാതെ നമ്മുടെ ഒരു കഴിവല്ല കേട്ടോ. എന്ത് ചിരിക്കുന്നു നോക്കിട്ട്. ഇടയ്ക്ക് ഞാനതന്നെ പറഞ്ഞത് കേട്ടോ. എനിക്ക് സന്തോഷം വരികച്ചാലും സങ്കടം വരികച്ചാലും നമ്മുടെ മനസ്സ് വേറെ എവിടേക്കെങ്കിലും പോയി നമുക്ക് പറയാൻ കിട്ടാതെയോ. നാടകത്തിൽ ഡയലോഗ് ഇട്ടോ, ഈശ്വര ദൈവത്തിന് ഒരാപത്ത് വരുത്തരുതേ. അതേമാതിരി പിന്നെ ദൈവത്തിനൊരാപത്ത് വരുത്താൻ പാടും, നമ്മൾ നോക്കണ്ടേ മൂപ്പരാള്. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാട്ടോ.